എന്നെ കൊണ്ട് എന്നെ പൊക്കി കൊണ്ടുവരാൻ പറ്റിയൊരു വിശ്വാസമുണ്ട്. എനിക്കിപ്പോൾ ഇപ്പോൾ ആരായിക്കോട്ടെ എന്നെ സന്തോഷപ്പെടുത്ത ഒരാളാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഓക്കെയാണ്. ഞാനിപ്പോൾ എത്ര സാഡാണെങ്കിലും ഞാൻ എൻ്റെ ഇമോഷൻസിന് നല്ലതാണോ ബാഡാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഇമോഷൻസിന് വലിയ വാല്യൂ കൊടുക്കാത്ത ആളാണ്. സീരിയസ്ലി പറയാം, എൻ്റെ ഇമോഷൻസിന് അധികം വാല്യൂ കൊടുക്കാറില്ല. എൻ്റെ ചുറ്റുള്ള ആൾക്കാർ ഇമോഷൻസിന് മാത്രം വാല്യൂ കൊടുക്കാറുണ്ട്. അത് പിന്നെ പാരൻസ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ പറയില്ല, പക്ഷേ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ചുറ്റുള്ള ആൾക്കാർ ഹാപ്പിയാണ്. സോ എനിക്കോ അവർക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഹാപ്പി ആണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ്. എനിക്ക് എത്ര പേര് ഡെയിലി മോട്ടിവേഷൻ ബ്രോ ഒരു മോട്ടിവേഷൻ തരുമോ, എക്സാമിന് പഠിക്കാൻ പറ്റില്ല ബ്രോ, ബ്രേക്കപ്പ് ആണ് ബ്രോ, ബിസിനസ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ ഏറ്റവും നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ത്താൻ നിൽക്കുന്നത്. എന്നെ ഒന്ന് പൊക്കി കൊണ്ടുവന്നാൽ മതി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വരെ ഞാൻ ഇവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ മേ ബി ഒരു ഹെൽപ്പ് ആയാലോ, മേ ബി അവർ ഇത്ര ഇൻസ്റ്റഗ്രാമേഴ്സ് ഉണ്ടായിട്ടും അവർ സ്കോളിൽ എൻ്റെ ചോദിക്കാൻ കാരണം അവർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ എൻ്റെ ഇമോഷൻസ്, ഞാൻ സാഡാണ്, ഞാനിപ്പോൾ എനിക്ക് വയ്യാന്ന് ആലോചിച്ചിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കരുത് എന്ന് ഞാൻ കൊടുക്കാറുണ്ട്. സോ എൻ്റെ ഇമോഷൻസ് ഞാൻ വലിയ വാല്യൂ കൊടുക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ രാവിലെ എനിക്ക് സാഡാണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. സോ നമ്മളിത് കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. സോ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഡിപ്രഷൻ ആണെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ആയാലും ഹൂ കെയർസ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനത് ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. പാരൻസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. എന്തായാലും ഒരു കുട്ടി എനിക്ക് മെസ്സേജ് കേട്ടോ, ഓളേത് SCA എക്സാം എഴുതാണ്, പേരൊന്നും പറഞ്ഞില്ല, എനിക്ക് പേരറിയാം. ഇത് ചോദിച്ചു ബ്രോ എനിക്ക് മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞു. മോട്ടിവേഷൻ ആണ് എക്സാം എഴുതാന്നൊക്കെ പറയുമ്പോൾ മോട്ടിവേഷനോ എക്സാമിൻ്റെ മോട്ടിവേഷൻ ഇപ്പോൾ ഇന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞ കുറച്ച് സംസാരിച്ച് ഞാൻ അവളത് പറഞ്ഞ കാര്യം എത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിനക്കിരുന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നിൻ്റെ ഫ്രണ്ട്സിലിരുന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നിൻ്റെ പാരൻസ് ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യുക. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സാം പോയിട്ട് ഹാളിൽ പോയിരുന്ന് എഴുതുന്ന ആളാരാ? ഞാനാണോ? നിൻ്റെ ഫ്രണ്ട്സാണോ? നിൻ്റെ അമ്മയാണോ? അച്ഛനോ? അല്ല, ഈയാണ് എഴുതാൻ പോണത്. അപ്പോൾ പാൻ എടുത്ത് എഴുതുന്നത് നീയാണ്. നീ പഠിച്ച കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. കുറച്ച് ഹെൽപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ.